അരവിന്ദ് കെജ്രിവാളിനും സഹപ്രവർത്തകർക്കുമെതിരായിട്ടുള്ള ലിക്വർ സ്കാം മദ്യനയ അഴിമതി കേസ് ഉയർന്നു വന്നപ്പോൾ തന്നെ ഒരു ഘട്ടത്തിൽ പോലും രാഘവ് ചഡ്ഡ അരവിന്ദ് കെജ്രിവാളിനെ ഡിഫെൻഡ് ചെയ്ത് രംഗത്തെത്തിയിട്ടില്ല. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ സത്യേന്ദ്ര ജെയിൻ ഉൾപ്പെടെ മനീഷ് സിസോദി ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോഴും അതിനെതിരെ ഒരു വാക്ക് ഇയാൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് കാരണമായിട്ട് രാഘവ് ചഡ്ഡയെ അനുകൂലിക്കുമെന്ന് പറയുന്നത് ഇയാൾ എന്തോ ഐ ഓപ്പറേഷന് വേണ്ടി ലണ്ടനിലായിരുന്നു ആ സമയത്തെന്നാണ്. ഇനി നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനല്ല, അദ്ദേഹത്തെ കുറ്റമുക്തനായ സംഭവം ഉണ്ടല്ലോ. കുറ്റമുക്തനാക്കിയ കോടതി വിധി വന്നത് ഒരു സ്പെക്ടാക്കുലർ ഇവൻ്റാക്കി മാറ്റിയിരുന്നു ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ. രാഘവ് ചഡ്ഡ പരിസരത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ രാഘവ് ചഡ്ഡയുടെ ഡീവിയേഷൻ വളരെ വ്യക്തമാണ്. ഒരിക്കൽ പോലും രാജ്യസഭയിൽ ഈ 4 വർഷത്തിനിടെ ഒരിക്കൽ പോലും രാജ്യസഭയിൽ മോദിയെയോ മോദി സർക്കാരിനെയോ വിമർശിക്കാതിരിക്കാൻ, ഈ ജനകീയ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ പോലും അത് സർക്കാരിൻ്റെ കുറ്റം കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ഒരിക്കലും പറയാതിരിക്കാൻ രാഘവ് ചഡ്ഡ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആം ആദ്മി പാർട്ടിയുടേതായ വിശദീകരണം ധാരാളമായി പുറത്തു വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ആം ആദ്മി പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ്, അദ്ദേഹം പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്, അവർ കുറച്ച് സമയം രാജ്യസഭയിൽ അനുവദിക്കപ്പെടും. അതെന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഒരു സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികളെ തുറന്നു കാണിക്കാൻ ഉപയോഗിക്കണം. അതിന് പകരം വളരെ ട്രിവിയലായിട്ടുള്ള സമോസയുടെ 350 രൂപ, അതൊക്കെ ചർച്ച ചെയ്യാൻ വേറെയും ഫോറങ്ങൾ നമുക്കുണ്ട്, മറ്റ് മാർഗ്ഗങ്ങളുണ്ട്. അത് സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിച്ചാൽ മതി, രാജ്യസഭയിൽ പറയണമെന്നില്ല. അതിന് എന്ത് ചെയ്യാം? അത് രാഘവ് ചഡ്ഡയ്ക്ക് എന്ത് ചെയ്യാം? ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടാൽ തന്നെ അതിന് ട്രാക്ഷൻ കിട്ടും. പക്ഷേ രാജ്യസഭയിൽ വളരെ പ്രധാനപ്പെട്ട അനുവദിക്കപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ സമയം മോദി സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നതിന്, അവരെ എക്സ്പോസ് ചെയ്യുന്നതിന് പകരം, അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള സമോസ വിഷയങ്ങൾ, ട്രിവിയലായിട്ടുള്ള വിഷയങ്ങൾ എടുത്തു ഉന്നയിക്കുന്നത് പാർട്ടി നയത്തിന് ഗുണകരമല്ല എന്ന് അവർ ഉന്നയിക്കുന്നു. എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം, രാഘവ് ചഡ്ഡ പാർട്ടിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഫീൽ ആം ആദ്മി പാർട്ടിക്കകത്തുണ്ട്. അവരത് കറക്റ്റ് സമയത്ത് ഇടപെട്ടുന്നു എന്നേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ ട്രഷറി ബെഞ്ചിൽ രാഘവ് ചഡ്ഡയെ കാണുന്ന ഒരു സമയമൊക്കെ ഉണ്ടാവും ഉടൻ തന്നെ.